നമ്മൾ ഇങ്ങനെ പിടിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ ഡും എന്ന് പറഞ്ഞ് വീഴും. ഒരു കിലോമീറ്ററും കൂടി നടക്കണ്ടേ കേട്ടാ. ഫൈനലി നമ്മള് നടന്നല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ആക്ച്വലി നാഷണൽ ഹോളിഡേ ആണ്. ഇന്ന് സെക്കൻഡ് ഡേ ആണ്, സൺഡേ. അപ്പം ഇന്നലെ നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നു, റെസ്റ്റ് എടുത്തു. അപ്പം ഇന്ന് വിചാരിച്ചു പുറത്തിറങ്ങാന്ന്. അപ്പം അങ്ങനെ നമ്മളൊരു ഹൈക്കിങ്ങിന് പോവാണ്. കുറച്ച് നാളായി വിചാരിക്കുന്നു നമ്മളൊരു ഹൈക്കിങ്ങിനൊക്കെ പോവാന്ന്. അപ്പം ഇന്നെന്തായാലും ആ ഒരു പ്ലാൻ ഓണാണ്. അപ്പം നമ്മളൊരു പാർക്കിലേക്കാണ് പോകുന്നത് ഹൈക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? എയർപോർട്ടിന്റെ അടുത്താണ് കേട്ടോ, അതുകൊണ്ട് ഇത്രയും താണ് പോകുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ കാറിൻ്റെ പുറകെ സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടാണ് ആൾക്കാർ സൈക്ലിങ്ങിന് പോവാ. ഇവിടെ ഇതേപോലെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഹൈക്കിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് ദുബായ് മുഷ്രിഫ് പാർക്കിലാണ്. ഇവിടുത്തെ ടൈമിങ് മോർണിംഗ് 5:30 മുതൽ ഈവനിങ് 7 വരെയാണ്. പിന്നെ ഇവിടെ വരാനായിട്ട് യാതൊരു എൻട്രി ഫീയും ഇല്ല. ഇവിടുത്തെ ഹൈക്കിംഗ് ട്രെയിലിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റേഴ്സ് ആണ്. ഇത് സൈക്കിൾ ട്രാക്കാട്ടോ. ഇത് ഇവിടുന്ന് റെൻറ്റഡ് സൈക്കിളും കിട്ടും. അപ്പം സൈക്ലിങ്ങിന് പോവാം. എൻട്രൻസ് കയറുന്നതിനേക്കാളും മുമ്പ് ഇതവിടെ രജിസ്റ്റർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് പേരും ഫോൺ നമ്പറും മാത്രം കൊടുത്താൽ മതി. ചേട്ടനുണ്ട്, അപ്പോൾ ആ ചേട്ടനും നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു എമർജൻസി നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എമർജൻസി നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ശരത്തേട്ടന് ഈ ഒരു ചേട്ടൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് മാപ്പും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഹൈക്കിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളങ്ങനെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ പാമ്പുകളും പഴുതാരയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് പാമ്പുകളൊക്കെ ഉണ്ട്. പണ്ട് മാറ്റിക്കൂടെ സൈക്കിൾ ഓടിക്കുന്നവർ ഓടിക്കാം അല്ലേ? സൈക്കിൾ ഓടിക്കുന്ന കുറച്ച് ട്രാക്ക്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്ക്. ഹായ് ഇവിടെ ഒരു കയറ്റം കേട്ടോ. നാട്ടിലത്തെ പോലെ മല അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു കയറ്റം. ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സുഖമായിട്ട് കയറാം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റും. UAE വർക്ക് ചെയ്യുന്ന മിക്കവരും വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്.
കാരണം നമ്മളിലെ മെജോറിറ്റി ആൾക്കാരും ഏകദേശം 8 to 12 hours ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മളെ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മുടെ ബിസി ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഇവിടെ ഇതേപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടാണ് ചെടികളൊക്കെ വളരുന്നത് കേട്ടോ. ഇതുണ്ടോ? ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ഒരു ഹൈക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതൊരു അടിപൊളി കാർഡിയോ എക്സസൈസ് ആണ്. എന്താ പയർ? ഇത് നാട്ടിലൊക്കെ കാണലുണ്ടല്ലോ ഈ ചെടി. അവിടെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നടക്കുന്നതിനിടയിൽ. നമ്മൾ ടയേർഡാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. സൈഡിൽ ഇതുപോലെ ചുള്ളിക്കമ്പുകളും മരക്കഷ്ണങ്ങളും വെച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ നടക്കാനുള്ള വഴി ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ആരുമില്ല, നമുക്കിങ്ങനെ സുഖമായിട്ട് ഹൈക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല മരുഭൂമിയിലെ ഈ നടത്തം. കാരണം ഇവിടുത്തെ മണ്ണ് നിങ്ങൾക്കറിയാലോ, നല്ല പൂഴിമണ്ണാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഇത് കണ്ടപ്പം ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയെങ്കിലും പിന്നെ നടന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലായേ. കാണാൻ നല്ല രസമുണ്ടല്ലേ? ഡേഞ്ചർ അല്ലേ? പുറത്തുള്ള ബ്യൂട്ടി കണ്ടിട്ട് നമ്മൾ ഇതാക്കാൻ പാടില്ല. പോകുന്ന ഓരോ വഴിയിലും നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. ഒരുപാട് നല്ല മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലേ, ഇവിടെ കണ്ടോ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതൊരു ഷേക്കാവുന്ന ഫ്രിഡ്ജാണ് കേട്ടോ. ഇതൊരു ഷേക്കാവുന്ന ഫ്രിഡ്ജാണ് കേട്ടോ.
നമ്മൾ ഇങ്ങനെ പിടിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ ഡും എന്ന് പറഞ്ഞ് വീഴും. നടന്നു നടന്നു നമ്മൾ തളർന്നു. കുറച്ചിങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഹൈക്കിങ്ങിന് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ടല്ലേ ചെറുത്തേട്ടാ? നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഏതാ ഡിസ്റ്റൻസ് ഉള്ള വഴി ചൂസ് ചെയ്യാല്ലേ? 1.61. ശരി വാ നടക്കാം. അയ്യോ നടന്ന് ക്ഷീണം പിടിച്ച് എന്നെ ട്രാപ്പാക്കിയത് ശരത്തേട്ടെ. ട്രക്കിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് അയ്യോ അയ്യോ ആൽമരം പോലത്തെ ഒരു മരമല്ല, ആൽമരമല്ല, എന്തോ ഒരു ടൈപ്പ് മരം. പിന്നെ കുറേ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഓരോ മരങ്ങളാണ്. ആയല്ലേ. ഇരിഞ്ഞ മുട്ടല്ലേ. വാ നടക്കാം. നമ്മളിങ്ങനെ വിജനമായ വഴിയിലൂടെ നടക്കാണ്. ഫ്ലൈറ്റ് സ്പോട്ടിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മളങ്ങനെ 10,000 സ്റ്റെപ്സ് നടന്നിരിക്കുന്നു.
എന്താ ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്ററും കൂടി നടക്കണ്ടേ? അയ്യോ പറ്റില്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. 7 കിലോമീറ്റർ തിരിച്ചു പോകാം. കേട്ടോ, ഫൈനലി നമ്മള് ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ നടന്നല്ലേ? അയ്യോ, ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് നമ്മൾ നടന്നു കേട്ടോ. അയ്യോ ടയേർഡായി, ഫുള്ള് ടയേർഡായി. മണ്ണായല്ലേ? അങ്ങനെ നമ്മൾ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ഗൈസ്, നമ്മൾ ഫുള്ള് ടയേർഡായി. ഒരു ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് 15,000 സ്റ്റെപ്സാണ് നിന്ന് നടന്നത്. ഫുള്ള് ടയേർഡായി. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെക്കിങ്ങും പിന്നെ അതുപോലെ ഹൈക്കിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഹൈക്കിങ്ങിന് പോവാം. അപ്പം വരികയാണെങ്കിൽ കുറച്ച് ഏർലി മോർണിംഗ് വരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അധികം ടയേർഡ് ആവില്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ പണി, ഞങ്ങൾ 8 മണിയായി ഇവിടെ എത്തുമ്പം. ഇപ്പോൾ ഏകദേശം ഒരു സമയത്ത് 11:30. ആക്ച്വലി നമ്മൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പതുക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പതുക്കെയാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അല്ലെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ കൊണ്ട്, അല്ല 2-2.5 മണിക്കൂർ കൊണ്ട് കഴിയുന്ന സംഭവമാണ്. നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മീൻസ് എന്താ പറയുക, ഇത്രയും ടയേർഡ് ആവില്ല. ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ടയേർഡായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.